ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർന്ന പാക് ഭീകര സംഘടനയുടെ പേര് മാറ്റി വരാനുള്ള ഒരു നീക്കമാണിപ്പോൾ നടത്തുന്നത്. അതിനുവേണ്ടി ഫണ്ട് വരെ ശേഖരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പേര് മാറ്റുന്നതിലെ വിചിത്രത എന്താണ്? പേര് മാറ്റിയാലും സ്വഭാവം മാറുന്നില്ല. അതെ, സ്വഭാവം ഒന്നും മാറുന്നില്ല, ലക്ഷ്യം മാറുന്നില്ല, അവരുടെ ശൈലി മാറുന്നില്ല, മറ്റൊന്നും മാറുന്നില്ല, പേര് മാത്രം മാറ്റുകയാണ്. ഇത് ഈ പാക് സൈനിക മേധാവി സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ തന്ത്രമാണെന്നാണ് പറയുന്നത്. അസിം മുനീർ വളരെ തന്ത്രപരമായിട്ട്, കാരണം ഈ ബഹാവൽപൂരിലും മുരിദ്കയിലും അടക്കം 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം തരിപ്പണമാക്കിയത്. കല്ലിന്മേൽ കല്ലില്ലാതെ തകർത്ത് കളഞ്ഞു. ബഹാവൽപൂരിൽ ഉണ്ടായിരുന്ന ഒരു കേന്ദ്രം, അതിന്റെ പേര് ജാമിയ മസ്ജിദ് സുബാഹ് അള്ളാ എന്നാണ് അതിന്റെ പേര്. അവിടെയാണ് ഈ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും അനുയായികളും ഉണ്ടായിരുന്നത്. അയാളുടെ അമ്മ, അതുപോലെ തന്നെ അയാളുടെ സഹോദരിമാര്, അവരുടെ ഭർത്താക്കന്മാര്, ഏറ്റവും അടുത്ത അനുയായികള്, ബന്ധുക്കള് ഒക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു 10, അയാളുടെ കുടുംബത്തിൽപ്പെട്ട 10 പേര് അവിടെ വധിക്കപ്പെട്ടു എന്നാണ്, ഈ ആക്രമണത്തിൽ വധിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിപ്പോ ഏതാണ്ട് എല്ലാവരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ജാമിയ മസ്ജിദ് സുബാഹള്ള എന്ന് പറയുന്ന കേന്ദ്രം സമ്പൂർണ്ണമായിട്ടും തകർന്നുപോയി. അപ്പൊ അത് പുനർനിർമ്മിക്കണമെങ്കിൽ പണം വേണം. അപ്പൊ അവിടെ നമുക്കറിയാം, നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത അവസ്ഥയാണ്. കൊടും പട്ടിണിയും ദാരിദ്ര്യവുമാണ് അവിടെ ഉള്ളത്. സർക്കാരിന്റെ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്ന നമ്മുടെ കേരളത്തിന്റെ ഖജനാവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശൂന്യമായിരിക്കുന്ന ഒരു ഖജനാവ് കാണണമെങ്കിൽ പാകിസ്ഥാനിൽ പോകണം. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ വളരെ ദയനീയമായിട്ട് ഒരു വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ പോകുന്നത്. മാത്രമല്ല, പാകിസ്ഥാനെ വലിയ രാജ്യാന്തര തലത്തിൽ വലിയ സമ്മർദ്ദമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നൊരു ഏജൻസി ഉണ്ട്. ഈ ഏജൻസിയുടെ സമ്മതപത്രം ഉണ്ടെങ്കിലേ വിദേശ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുള്ളൂ. വിദേശ ബാങ്കുകളിൽ നിന്ന് പണം വരണം, ആ പണം എന്തിനൊക്കെ കൃത്യമായിട്ട് ചെലവഴിച്ചു എന്നുള്ള കണക്ക് കൊടുക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ സമ്മതപത്രം ആവശ്യമുണ്ട്. അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ പല കാര്യങ്ങളിലും പാകിസ്ഥാന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് പണം കൊടുക്കുന്നതിന് നിരോധനം, സഹായങ്ങൾ കൊടുക്കുന്നതിനൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ കൃത്യമായും ഒരു ഭീകര രാഷ്ട്രമാണെന്ന് നിരവധി തവണ തെളിയിച്ചു കഴിഞ്ഞു. ഭീകരപ്രവർത്തകരെ പരിശീലിപ്പിക്കുന്നതിന്, അവർക്ക് പണം കണ്ടെത്തുന്നതിനൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പാക് ഭരണകൂടം തന്നെ സഹായിക്കുന്നതായിട്ട് ഈ ഏജൻസി കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇവര് UN-ലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ വേൾഡ് ബാങ്കും അതുപോലെ തന്നെ IMF ഒക്കെ ഫണ്ട് ചെയ്യുന്നത്. ഇപ്പൊ പല കാര്യങ്ങൾക്കും പാകിസ്ഥാന് ഫണ്ട്, നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലെ പല പ്രളയവും ദുരിതവും ഒക്കെ ഉണ്ടായപ്പോൾ അത് നേരിടാനായിട്ട് ഫണ്ട് പാകിസ്ഥാൻ പലരോടും ചോദിച്ചു, അതിൽ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഫണ്ടൊക്കെ പാകിസ്ഥാനിലേക്ക് വരണമെങ്കിൽ ഇവര് അനുമതി കൊടുക്കണം. ഇവരുടെ ക്ലിയറൻസ് ഇല്ലാതെ ഈ ഫണ്ട് കിട്ടത്തില്ല. അതാണ് അതിനകത്തുള്ള രഹസ്യം. ഇപ്പൊ IMF ഒക്കെ ലോൺ കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ. ഈ പണമെല്ലാം സ്വരൂപിച്ച് ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പുനരാരംഭിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ജാമിയ മസ്ജിദ് സുബാഹ് എന്ന് പറയുന്ന ആ കേന്ദ്രം ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ്. ഈ മസൂദ് അസറാണ് അതിന്റെ തലവൻ, അയാളുടെ ആസ്ഥാനമാണത്. അത് പൂർണ്ണമായിട്ടും തകർന്നത് ആ തകർത്ത ആക്രമണത്തിൽ മസൂദ് അസറിന്റെ സഹോദരനും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. യൂസഫ് അസർ എന്നാണ് അയാളുടെ പേര്. ഈ യൂസഫ് അസറിന്റെ സ്മാരകമായിട്ട് അവിടെ ഒരു പുതിയ മദ്രസയും പരിശീലന കേന്ദ്രവും മസ്ജിദും ഒക്കെ ആയിട്ട് നിർമ്മിക്കാനാണ് ഇവരുടെ ശ്രമം. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയാൽ ഈ ഫണ്ട് കിട്ടില്ല. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഇവർക്ക് വെളിയിൽ നിന്നൊക്കെ ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന, വിദേശത്ത് ബിസിനസ് നടത്തുന്ന പാകിസ്ഥാൻകാരുണ്ട്. അവരെല്ലാം ഈ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും. UPI, നമ്മുടെ ഗൂഗിൾ പേ പോലെ ഉള്ള ആശ്രയിച്ച് പണം ഇങ്ങോട്ടേക്ക് അയക്കും. ആ പണവും ഇവിടെ വരണമെങ്കിൽ, ഇവരുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഈ FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അനുമതി വേണം, അവരുടെ അംഗീകാരം വേണം.
അവരുടെ സമ്മതം വേണം. അതില്ലാതെ ഈ പണം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവില്ല. ബാങ്കുകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യില്ല. ഇപ്പൊ എനിക്ക് സാറിന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കുക, സാറിന് എൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കുക, ഇതിനൊക്കെ ചില രാജ്യാന്തര മാനദണ്ഡങ്ങളുണ്ട്, ഇന്റർനാഷണൽ അജണ്ടകളൊക്കെ ഉണ്ട് അതിനകത്ത്. അതനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ല നമ്മൾ വിചാരിക്കുന്നു ഇവിടെ മൊബൈൽ എടുത്ത് കുത്തി അപ്പുറത്തെ നമ്പർ അടിച്ചു, എമൗണ്ട് അടിച്ചു, പാസ്വേഡ് കൊടുത്തു, പോയി. അങ്ങനെയല്ല. പിന്ന് കൊടുത്തു, പോയി. അങ്ങനെയല്ല. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില ഈ ഇന്റർനാഷണൽ ഏജൻസികളുമായിട്ട് ചില കരാറുകളിൽ ഏർപ്പെട്ടിരിക്കണം, എങ്കിലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ചെയ്യാം. വിദേശത്തുനിന്ന് പണം ഇങ്ങോട്ട് വരണമെങ്കിലോ അത് കൂടുതൽ പ്രശ്നമാകും. അപ്പൊ അത്തരം ഡിജിറ്റൽ പേയ്മെന്റുകൾ, UPI പേയ്മെന്റുകൾ നടക്കണമെങ്കിൽ ഈ ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞു പോയാൽ നടക്കില്ല. ഇത് അസിം മുനീറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അയാൾ ഇപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യാനായിട്ട് പെഷവാറിൽ ഇപ്പോൾ ഒരു യോഗം ചേരുകയാണ്. മർക്കസ് ഷഹീദ് മസൂദാബാദിൽ ഇങ്ങനെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർമാരുടെ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. അത് മുനീറിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് മൊസാദ് അടക്കമുള്ള ചാരസംഘടനകൾ ഇത് മനസ്സിലാക്കിയിട്ട്, നമ്മുടെ ഇന്ത്യയുടെ റോ അടക്കമുള്ളവർ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഈ ഏജൻസികൾക്ക് വിവരം കൈമാറിയിട്ടുണ്ട്, ഈ FATF-നൊക്കെ. അപ്പോൾ അവർ യോഗം വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ജെയ്ഷെ മുഹമ്മദ് എന്നുള്ള പേര് മാറ്റിയിട്ട് അൽ മുറാബിത്തുൻ എന്നാക്കണം. അതിന്റെ അർത്ഥം ഇസ്ലാമിക പോരാളികൾ എന്നാണ്. അപ്പൊ അങ്ങനെ പേര് മാറ്റി ഈ സാമ്പത്തിക ക്രയവിക്രയം സുഗമമാക്കാനുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തുന്നത്. അതിപ്പം വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അസിം മുനീറിനും ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനും ഒക്കെ ഒരു കനത്ത തിരിച്ചടിയാണ്. ഇനിയിപ്പോൾ അത് എന്തൊക്കെ അതിനകത്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ FATF-ന്റെ നിരോധനം നേരത്തെ ഉണ്ടായിരുന്നതാണ് പാകിസ്ഥാന്. അത് പിന്നീട് ആ നിരോധനം അവർ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 2025 തുടക്കത്തിലാണ് ആ നിരോധനം പിൻവലിച്ചത്. ആ നിരോധനം പിൻവലിച്ചിട്ടും ചില റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇത്തരം സംഘടനകൾക്ക് പണം നേരിട്ട് കൊടുക്കാൻ, ബാങ്ക് മുഖേന കൊടുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അതിനെല്ലാം ഇപ്പോൾ വളരെ കൃത്യമായ ഒരു നിയന്ത്രണം, ആ നേരത്തെ ഭാഗികമായ നിയന്ത്രണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് ഈ പ്രത്യേകിച്ചും പഹൽഗാമിലെ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായ നിയന്ത്രണം അതിനൊക്കെ വരുത്തിയിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ, ഇന്റർനാഷണൽ തലത്തിൽ. അതാണ് ഇവർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ അസിം മുനീർ അടക്കമുള്ളവർ ആസൂത്രിതമായിട്ട് കൊണ്ടുവന്ന കാരണം ഇവർക്ക് നേരിട്ട് പണം ഇതുപോലെ വരുത്താൻ സാധിക്കില്ല. അപ്പോൾ അതിന് ഈ പാക് സൈന്യവും പാക് സർക്കാരും ഒക്കെ സഹായിക്കണം. ഇവർക്ക് പാക് സൈന്യത്തിനും പാക് സർക്കാരിനും ഒക്കെയാണ് സഹായം കിട്ടുന്നത്. ഈ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എയ്ഡ് വരണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളോട് ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂകമ്പം ഉണ്ടായ ഒരു സ്ഥലത്ത് വീടുകൾ മുഴുവനും തകർന്നു. അവിടെ വീടുകൾ പുനർനിർമ്മിക്കാൻ വേണ്ടി പണം കൊടുക്കും. ഈ പണം സർക്കാർ വഴിയാണ് വരുന്നത്. അത് ചെലവഴിച്ചിട്ട് കൃത്യമായിട്ട് അതിന്റെ കണക്ക് കാണിക്കുകയും വേണം. നമ്മൾ ഈ CSR ഫണ്ടൊക്കെ അറിയാമല്ലോ സാർ, അതുപോലെയാണ്. അപ്പൊ അങ്ങനെ കണക്ക് കാണിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അസിം മുനീറാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുനീർ കണ്ടുപിടിച്ച ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇത്തരത്തിൽ പേര് മാറ്റി ഒരു സന്നദ്ധ സംഘടനയുടെ പേരിൽ അവരൊരു മസ്ജിദും അനാഥാലയവും ഒക്കെ നിർമ്മിക്കുന്നു, യത്തീംഖാനയൊക്കെ നിർമ്മിക്കുന്നു. അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു. പക്ഷേ നടക്കുന്നത് അവിടെ ഭീകര പരിശീലന കേന്ദ്രമായിട്ടാണ് അത് നിർമ്മിക്കുന്നത്. ഭീകരർക്ക് പരിശീലനം കൊടുക്കലാണ് അവിടുത്തെ പരിപാടി. ഇത് മരിച്ചുപോയ ഇന്ന ഈ ആക്രമണത്തിൽ വധിക്കപ്പെട്ട കൊടും ഭീകരന്മാരുടെ സ്മാരകമായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് എന്നൊക്കെയുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അസിം മുനീറിനും കൂട്ടർക്കും കനത്ത തിരിച്ചടിയാണ്. ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഈ കടുത്ത നിയന്ത്രണം ഇതിനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് വരുന്ന ഫണ്ട് തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്യപ്പെടും. അങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ അത് ഈ ഇസ്ലാമിക ഭീകരതയ്ക്ക്, പാകിസ്ഥാനിലെ ഭീകരതയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ്. അവർ ഇപ്പോൾ തന്നെ വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണ്. ഭക്ഷണം പോലും അവിടെ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക്, വളരെ താഴ്ന്ന സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ പട്ടിണിയാണ്. ഈ കുറച്ച് പൈസയൊക്കെ ഉള്ള ആൾക്കാർ അത്യാവശ്യം വലിയ വില കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ താഴെത്തട്ടിൽ ദരിദ്രരുടെയും അതിദരിദ്രരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. പട്ടിണിയാണ്, കൃഷി കാര്യമായിട്ട് നടക്കുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, വൈദ്യുതിയില്ല, പവർ കട്ടുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും വീർപ്പുമുട്ടുകയാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാന് ഇത്തരത്തിൽ ഈ FATF-ന്റെ ഒരു ബ്ലോക്ക് കൂടി വന്നാൽ, നിരോധനം കൂടി വന്നാൽ
അത് കൂനിന്മേൽ കുരുവാവും, വലിയ തിരിച്ചടിയാകും. ഈ വിദേശത്തുനിന്ന് എടുക്കുന്ന ലോണുകൾ, അതുപോലെയുള്ള സഹായങ്ങൾ ഒക്കെ തടസ്സപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് ഭീകരതയുടെ അടിവേര് മാന്തി എടുക്കുന്ന ഒരു സംഭവമായി മാറുകയും ചെയ്യും.